ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണ്, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. ഓഫറാണ്, യങ്ങർ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അതാരും ആകാം കേട്ടോ. ഒരു റിലേഷൻഷിപ്പ് ആണോന്ന് ഒരു നിർബന്ധമില്ല. ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾ പിണങ്ങിയിട്ട് മാറി നിൽക്കുന്ന ആളുകളാവാം, നിങ്ങളുടെ ഹയർ അതോറിറ്റി ആവാം, നിങ്ങളുടെ കൊളീഗ്സ് ആവാം, അവരുമായിട്ടൊരു സമ്പർക്കത്തിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഇന്ന് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഓഫർ, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹായം. നിങ്ങൾക്ക് ഇന്ന് സഹായം ആവശ്യമുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ആരിൽ നിന്നെങ്കിലും ലഭിക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. വളരെ യങ്ങറായിട്ടുള്ളൊരു എനർജിയാണ്, ചാമിങ് എനർജിയാണ്, വളരെ ആക്റ്റീവാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണ് പേജ് ഓഫ് കപ്സ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ പിണക്കമൊക്കെ മാറി, നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പിണക്കം മാറുന്നതാവാം. ഇന്നലെ വരെ എന്തെങ്കിലും ഒരു മാനസിക സംഘർഷം പരസ്പരം ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ കൂട്ടുകൂടുന്നതാകാം. നെയ്ബേഴ്സ് ആകാം, കൊളീഗ്സ് ആകാം, നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ആകാം, അങ്ങനെ ആരും ആകാം കേട്ടോ. ആരെങ്കിലും ഒരാൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ജോബ് ഓഫറും ആകാം. അടുത്തത് ടവറാണ്. അപ്പോൾ പെട്ടെന്നൊരു സാഹചര്യങ്ങളിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ടവറാണ്. അപ്പോൾ ടവർ എന്ന് പറയുമ്പോൾ അത് സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വഴക്കാകണം എന്ന് നിർബന്ധമില്ല. സാധാരണ നമ്മളൊരു ടവർ മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വഴക്കുണ്ടാകുന്നതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഒരു സത്യം റിവീൽഡ് ആവുന്ന സമയത്ത് ആ സത്യം ഹേർട്ട് ചെയ്യുന്ന ചില മനുഷ്യർക്കുണ്ടാവുന്ന തിരിച്ചടികളെക്കുറിച്ചൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ടവർ മൊമെൻ്റ് വെച്ച് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല. ഒരു സത്യം ചിലപ്പോൾ പ്രശ്നങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റും. അപ്പോൾ എന്തായിരുന്നോ സാഹചര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവങ്ങൾ മാറുന്നതാണ് ഈ ടവർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു എങ്ങനെയായാലും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള സാഹചര്യം എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് വരാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു എന്താണ്, വഴക്കാകാം, മോസ്റ്റ്ലി വഴക്കാകാം. അതുപോലെ ചിലപ്പോൾ ഒരു അപകടമാകാം. ഞാനിങ്ങനെ അപകടം, മരണം എന്നൊക്കെ പറയുന്നതിന് വിമർശനങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. മരണമില്ലാത്തൊരു ദിവസം പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടാൽ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? പറയണ്ടേ നല്ലത് മാത്രം കേട്ടാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എനിക്ക് നല്ലതല്ലെങ്കിൽ ഞാനത് പറയാതിരിക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് കാണുന്നോ അത് പറയുക എന്നുള്ളതാണ്. ഞാനൊരു ടാരോ റീഡർ മാത്രമാണല്ലോ. അപ്പോൾ എൻ്റെ കടമ എന്താണ്? നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരിക എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ടവറിനകത്ത് 8 ഓഫ് സ്വോർഡും സ്ട്രെങ്ത് കാർഡുമാണ് കേട്ടോ. അപ്പോൾ കെട്ടിയിടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് നിങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം ഈ 8 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നതേ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ തളച്ചിടുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ ബൗണ്ടറിയിലായി പോകും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പിടിക്കപ്പെടുന്നതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ കള്ളത്തരം പൊളിയാൻ സാധ്യത ഉള്ളതായിട്ടൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ അപകടങ്ങൾ ഒക്കെ കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ ഒക്കെ ചിലപ്പോൾ സാഹചര്യം ഉണ്ടാകാൻ
സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിക്കണം. ടവറുണ്ട്, വളരെ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 4 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ടവറും 4 ഓഫ് സോഡ്സും വരുമ്പോൾ ഹെൽത്തിൽ എന്തെങ്കിലും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ തല കറങ്ങി വീഴുക എന്നുള്ളത്, ചിലപ്പോൾ വീണ് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. കാരണം 4 ഓഫ് സോഡ്സ് കിടക്കുന്ന കാർഡാണ്. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് അപകടം, ഇതും ഞാൻ എപ്പോഴും പറയുന്നതാണ്, അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കാർഡാണിത്. മരണം കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കാർഡാണിത്. അപ്പോൾ ടവർ 4 ഓഫ് സോഡ്സും കൂടെ വരുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കുക, വാഹനം ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. ഒരു സംതിങ് സൂക്ഷിക്കുക. ഓക്കെ, വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. അടുത്തത് 2 ഓഫ് സോഡ്സ് ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ മറ്റുള്ളവരാൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമെന്നാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വതന്ത്രമായി ആലോചിച്ചാൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ളവരുടെ സ്വാധീനത്തുണ്ട്. കാക്കകൾ കണ്ടില്ലേ, കാക്കകൾ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ എന്താണ് പരദൂഷണം പറയുന്നത് അതാണ്. അപ്പോൾ ഇവർ കൊത്തി വലിക്കും, നമ്മളെ കൊത്തി വലിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ചെവിയിൽ വന്നിരുന്ന് ഇങ്ങനെ കരകര ശബ്ദം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റില്ല. അത് മറ്റുള്ള ആളുകളുടെ ഇൻ്റർഫിയറൻസ് വരുമ്പോഴാണ് ഈ കാക്കേനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ മറ്റുള്ള ആളുകൾ നമ്മളിലേക്ക് കാക്കക്കണ്ണെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ നമുക്ക് നേരെ ഒരു കരിങ്കണ്ണൊക്കെ വരുവാണെങ്കിൽ തന്നെ കാക്കകൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലുള്ള കാക്കകളുടെ പ്രതികരണമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിന്നാൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് കാരണം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മറ്റു പലരോടും അഭിപ്രായം ചോദിക്കാം, പക്ഷേ തീരുമാനം എപ്പോഴും നിങ്ങളുടേത് മാത്രമായിരിക്കണം. അപ്പോൾ തീരുമാനം നിങ്ങൾ ഇന്നേ ദിവസം എടുത്തേ പറ്റൂ. മറ്റുള്ളവർ പറഞ്ഞതിനെ ഒന്നും മുഖവിലേക്ക് എടുക്കേണ്ട, നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. 2 ഓഫ് സോഡിൻ്റെ എനർജി. അടുത്തത് കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങളിന്ന് കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും, കൂടുതലായിട്ട് കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് പാഷനെയാണോ ചേസ് ചെയ്തത് അത് അച്ചീവ് ചെയ്തിട്ട് നെക്സ്റ്റ് പാഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിലുള്ളൊരു താല്പര്യം കുറവുണ്ട്, മറ്റൊരു പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറുന്നതാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ കരിയറിൽ ഫോക്കസ്ഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബന്ധത്തിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസ് മാറിയിട്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ശ്രദ്ധിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത്. സ്റ്റേബിളാണ്, വളരെ മച്ചുറാണ്, ഒക്കെ ശരിയാണ്, പക്ഷേ ഉറച്ചു നിൽക്കത്തില്ല. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്തൊരു എനർജിയാണ് കിങ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. എപ്പോഴും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ എന്ത് പാഷനാണെങ്കിലും കൊള്ളാം, പേഴ്സൺ ആണെങ്കിലും കൊള്ളാം, ഒന്നിൽ ഉറച്ചു നിൽക്കത്തില്ല, ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അത് വേണോ ഇത് വേണോ എന്നിങ്ങനെ ജമ്പ് ചെയ്ത് നടക്കും. ഈ മങ്കി മൈൻഡ് എന്ന് പറഞ്ഞ സാധനമാണ്. നെക്സ്റ്റ് 7 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും, പക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്കറിയില്ല എവിടെ നിന്നാണ് നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആരെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് മനസ്സിലാവാത്തൊരവസ്ഥ വരും. പക്ഷേ നിങ്ങൾ പ്രതിരോധിച്ചേ മതിയാവുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തിനോട് ആദ്യം പ്രതിരോധിക്കണം എന്നറിയില്ല, ഒരു പ്രയോറിറ്റി എന്തിനു കൊടുക്കണമെന്ന് അറിയാതെ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഹാങ്ഡ് മാന് പറഞ്ഞ പോലെ, ഹാങ്ഡ് മാൻ എന്ന് വെച്ചാൽ വീണ്ടും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 2 ഓഫ് സോഡിൻ്റെ സെയിം അവസ്ഥയാണ്. ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അങ്ങനെ എടുത്താൽ ശരിയാവുമോ, ഇനി ഇങ്ങനെ മാറ്റിയൊന്ന് എടുത്താലോ, ഇനി ഇങ്ങനെ ഒന്ന് നോക്കിയാലോ, ഇനി അത് ശരിയാവുമോ, ഇങ്ങനെ ആയാലോ എന്നൊക്കെ നമ്മൾ മാറി മാറി ചിന്തിക്കത്തില്ലേ. അതായത് ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കാതെ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും, ആ തീരുമാനത്തിനെ തള്ളി വെക്കുക, തീരുമാനം എടുക്കാതെ ഓവർ തിങ്ക് ചെയ്തിട്ട് അതിനെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ ഹാങ്ഡ് മാൻ എന്നുള്ളത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ എനിക്കിത് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം, സാക്രിഫൈസ് ചെയ്യണം. ഇത് സാക്രിഫൈസിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ സറണ്ടറിങ്ങിൻ്റെ കാർഡുമാണ്. നമ്മൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. അല്ലെങ്കിൽ ദൈവത്തോട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പറയാം, എൻ്റെ ദൈവം ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, അപ്പോൾ നീ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് നീ എന്നെ വഴി കാണിക്കണം എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യണം. അപ്പോൾ അതിനൊരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം കേട്ടോ. നിങ്ങൾ മാനസികമായിട്ട് ഭയങ്കര കടുത്ത സംഘർഷത്തിലാണെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത്, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനപ്പുറം മാനസിക സമ്മർദ്ദമാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാനസിക നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ദൈവമേ നീ എനിക്കൊരു തീരുമാനം എടുത്ത് നടപ്പിലാക്കി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് സറണ്ടർ ചെയ്യണം.
പിന്നെ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാൻ പോകരുത്. അത് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ വീണ്ടും കോൺഫ്ലിക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ട, സറണ്ടർ ചെയ്തങ്ങ് നിൽക്കുക. എന്തായാലും ഡെഡ് ലൈൻ എന്നൊരു സാധനം ഉണ്ടല്ലോ, എന്ത് കാര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് വരും. ഇന്ന ദിവസം നിങ്ങൾ തീരുമാനം എടുത്തേ മതിയാവും എന്നൊരു തീരുമാനം വരുമ്പോൾ എന്താണോ നടപ്പിലാവേണ്ടത് അത് നടപ്പിലായി പോകും. നിങ്ങൾ തീരുമാനം എടുത്താലും ഇല്ലെങ്കിൽ അത് നടപ്പിലാവും. അപ്പോൾ അതാണ് യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സംടൈംസ് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ, സംടൈംസ് യു ആർ നോട്ട് സപ്പോസ് ടു. അപ്പോൾ അതാണ്, ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുത്തേ പറ്റൂ, ചില സമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സറണ്ടർ ചെയ്യണം. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യണം കേട്ടോ. അടുത്ത കാർഡ് വന്നിട്ട് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മൊത്തത്തിൽ ഇന്ന് കോൺഫ്ലിക്റ്റഡ് ആണല്ലോ. തീരുമാനം എടുക്കേണ്ട ദിവസമാണ്, പക്ഷേ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന ദിവസമാണ് കേട്ടോ. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ഫുള്ള് കാണുന്നത്. ഹാങ്ക്ഡ് മാൻ, 2 ഓഫ് പെൻറ്റക്കിൾ, 2 ഓഫ് സോഡ്, 2 ഇൻ എനർജി നോക്കി, 7 ഓഫ് വാണ്ട്, 4 ഓഫ് സോഡ്, എല്ലാം ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇവിടെ എങ്ങും ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നില്ല, എല്ലാം അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് എനർജി ആയിട്ടാണ് കാണുന്നത്. വീണ്ടും മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. ഒരു നിമിഷം വേണമെന്ന് വിചാരിക്കുക, അടുത്ത നിമിഷം വേണോ അതോ വേണ്ടേ എന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതാണ് 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. 2 വീണ്ടും 2 ഓഫ് വാണ്ട്സ്. നിങ്ങൾ വീണ്ടും സെർച്ച് ചെയ്യുന്നതാണ്. വരുംവരായികളെക്കുറിച്ച് വീണ്ടും സെർച്ച് ചെയ്യുന്നതാണ്. കാരണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. വളരെ ജഗ്ലിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. എംപറർ. അപ്പം കട്ട് ആൻഡ് ഡ്രൈവായിട്ട് തീരുമാനം എടുക്കാനാണ് പറയുന്നത് കേട്ടോ. കട്ട് ആൻഡ് ഡ്രൈവായിട്ട് ഇമോഷണൽ ആവുകയും ചെയ്യരുത്. തലച്ചോറുകൊണ്ട് തീരുമാനം എടുക്കൂ, മുന്നോട്ട് പോകൂ. ഒരു ഫാദർ ഫിഗറാണ് എംപറർ. ചിലപ്പോൾ ഇന്ന് മിക്കവാറും നിങ്ങളുടെ ഹയർ അതോറിറ്റിയുമായിട്ടായിരിക്കും ഇത്. എംപറർ എന്ന് വെച്ചാൽ സുപ്പീരിയർ അതോറിറ്റിയാണ്. അപ്പം അതോറിറ്റിയുമായിട്ടായിരിക്കും മിക്കവാറും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കേട്ടോ. 4 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുക. ചിലപ്പം നിങ്ങൾക്ക് ഒരു ധ്യാനത്തിലിരുന്ന് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരേണ്ട അവസ്ഥ. അതായത് ഒന്നും ഈ എപ്പതി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതായത് നിർവികാരത. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, എന്ത് ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിർവികാരമായി പോകുന്ന അവസ്ഥ. അതാണ് ഈ 4 ഓഫ് കപ്സ്. അതായത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേ വേറെ ഒന്നും നമുക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ട് തരുന്നുണ്ടായിരിക്കും, പക്ഷെ അതുപോലെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയി പോകുന്ന ഒരവസ്ഥയാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുന്ന ഒരു ദിവസം പോലെ കാണുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാന്നുള്ളൊരു കാര്യമുള്ളൂ. നന്നായി പ്രാർത്ഥിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി പേര് രാവിലെ ഫസ്റ്റ് കാണുന്ന വീഡിയോ എൻ്റെയാണെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന വീഡിയോ എൻ്റേതാണ് എങ്കിൽ എപ്പോഴും ഇതിനകത്ത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കണമെന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കരുത് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നതിനും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട്. അങ്ങനെ 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നോ ആ ദൈവത്തിൻ്റെ പേര് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ നമ്മുടെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യുവാണ്. നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ദൈവം ആരായാലും ആ ദൈവത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുവാണ്. ആ ദൈവം നമ്മളെ രക്ഷിക്കുമെന്നൊരു പൂർണ്ണമായ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളതിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു മനോബലം, ധൈര്യം ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതാണ്, അതിൽ വേറൊന്നുമില്ല. നമ്മളതിൽ അടിയുറച്ച് വിശ്വസിക്കുക, സറണ്ടർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു കോൺഫ്ലിക്റ്റ്, മാനസികമായ കോൺഫ്ലിക്റ്റ് കാണുന്നതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയം കടന്നു നോക്കോളും കേട്ടോ. എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പം അതൊക്കെ വന്ന് ഒരു സമയവും സ്ഥായിയല്ല, അതങ്ങ് മാറി പൊക്കോളും. അപ്പോൾ വരുന്നതിനെ സ്വീകരിക്കുക, അംഗീകരിക്കുക, അതുമായിട്ട് അലൈൻഡ് ആവുക. അതിനെ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് യൂണിവേഴ്സിന് നമുക്ക് തരാനുള്ള ഗൈഡൻസ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത്? ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എന്താണ് ഇന്നത്തേക്കുള്ള ഗൈഡൻസ്? പ്ലീസ് ഗൈഡ് മീ ഗൈഡൻസ്. ഫർഗീവ്നെസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്ഷമ കൊടുക്കാനാണ് കേട്ടോ. ആരോ ചിലപ്പോൾ ഇവിടെ ചോദിച്ചില്ലേ ഫോർ പേജ് ഓഫ് കപ്സ്, ചിലപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ക്ഷമ ചോദിച്ചു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം എന്നാണ്, ഫർഗീവ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ നിങ്ങളെ കോൺഫ്ലിക്റ്റിലാക്കുന്ന നിങ്ങളുടെ കർമ്മ റിലീസ് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ കർമ്മ റിലീസായി പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് വരുന്നതും എല്ലാം. അടുത്തത് പീസ്ഫുൾ റെസൊല്യൂഷൻ. നിങ്ങൾ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു എന്തെടുക്കണം, പ്രതിജ്ഞ എടുക്കാനാണ് പറയുന്നത്. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കും. പിന്നെ റൊമാൻസും പറയുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. വരുന്ന കാര്യങ്ങളെ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുക. എന്ത് സംഭവിച്ചാൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇമ്പ്യൂരിറ്റി, ഒരു കളങ്കം, ഒരു പാപം, നിങ്ങൾ മുമ്പ് ചെയ്ത ഒരു തെറ്റ് ക്ലിയർ
ഷെയർ ചെയ്ത് പോകുന്നത് കൊണ്ട് ഞാനിത് അനുഭവിക്കുന്നു എന്ന് മാത്രം വിചാരിക്കുക കേട്ടോ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്വീകരിക്കുക. എന്നോ തിന്ന ഉപ്പിൻ്റെ വെള്ളം കൂടിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ വെള്ളം കുടിച്ച് ഒരു വഴിക്കായി ചേച്ചി എന്നായിരിക്കും പറയാൻ പോകുന്നത്. ഐ ആം സോറി ഡിയേഴ്സ്. എന്താണ് യൂണിവേഴ്സ് റൊമാൻസ് ഏഞ്ചൽസ് നമ്മുടെ ലവേഴ്സിന് കൊടുക്കുന്ന കാർഡ് നോക്കാം. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങളിലേക്ക് റൊമാൻസ് വരുമ്പം നിങ്ങൾ മസിൽ പിടിച്ചിരിക്കരുത്. നിങ്ങളെ എന്ത് ചെയ്യണം, സറണ്ടർ ചെയ്യണം. ഒരാൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ കണ്ടില്ലെന്ന് നടിക്കുക, അവരെ വേണ്ടെന്ന് വയ്ക്കുക, അവർക്ക് മുഖം കൊടുക്കാതിരിക്കുക, അവർ പറയുന്നതിന് ചെവി കൊടുക്കാതിരിക്കുക, അങ്ങനെ ചെയ്യരുത്. നാച്ചുറലായിട്ട് എന്താണോ ഇൻസ്റ്റിങ്ക്റ്റ് അതുപോലെ ബിഹേവ് ചെയ്യുക. നിങ്ങൾ അൺഫോൾഡ് ചെയ്യാനാണ് പറയുന്നത്, നാച്ചുറലി അൺഫോൾഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റ് ചെയ്ത് നിൽക്കരുത്. നെക്സ്റ്റ്, മേക്ക് ദ എഫേർട്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവണം. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. യൂണിവേഴ്സായിട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് സ്റ്റെപ്പ് എടുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പ് നിങ്ങളും എടുക്കണം. ഫ്ലർട്ട്, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. നിങ്ങൾ ഇന്നെല്ലാം പറയുന്നത് കണ്ടില്ലേ, നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കരുത്. നിങ്ങളുടെ ആ ഫ്ലേർട്ടിനെസ്, നിങ്ങൾ ആ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എനർജി നിങ്ങൾ കാണിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എവിടെയോ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടതെന്നാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്, ഈ ലവേഴ്സ് റീഡിങ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ഓറക്കിൾ, ലവേഴ്സിനുള്ള ഓറക്കിൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കേൾക്കുന്നത് അവരുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ്, യു ഡിസേർവ് ലവ്. നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തുറന്നു വയ്ക്കൂ. സ്നേഹം നിങ്ങളിലേക്ക് വരട്ടെ. നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയില്ല, ആവശ്യമില്ല. നിങ്ങളെ അൺഫോൾഡ് ചെയ്യൂ നാച്ചുറലി. നിങ്ങളിലേക്ക് സ്നേഹം വരട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. യു ആർ വർത്ത് ലവിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. റീഡിങ് ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഹൈപ്പ് ചെയ്താൽ മാത്രമാണ് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.